ഈ എപ്പിസോഡില് ഈ പാർട്ടില് നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ഡോക്യുമെന്റ്സിനെ കുറിച്ചാണ്. ട്രാൻസ്പോർട്ട് ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ വേർഡ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഗതാഗതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് മനസ്സിലാവും. കഴിഞ്ഞ പാർട്ടില് നമ്മൾ ബിൽ ഓഫ് ലേഡിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. ബിൽ ഓഫ് ലേഡിങ് ഇഷ്യൂ ചെയ്യുന്നത് നമ്മുടെ എക്സ്പോർട്ടറിന്റെ ഉടമസ്ഥ അവകാശം, ഈ ചരക്കിന്മേലുള്ള ഉടമസ്ഥ അവകാശം, ചരക്കിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസോടും കൂടി ഇതില് ഈ ട്രാൻസ്പോർട്ട് ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ നമ്മുടെ ഉടമസ്ഥ അവകാശം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ ഒരു ഇന്റർനാഷണൽ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ഉൽപ്പന്നത്തെ അയച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഉടമസ്ഥാവകാശം എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഉടമസ്ഥാവകാശം എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്രധാനമായിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ബിൽ ഓഫ് ലേഡിംഗ്. ബിൽ ഓഫ് ലേഡിംഗ് കൈമാറി കഴിഞ്ഞാൽ നമ്മുടെ ഉടമസ്ഥാവകാശം നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു എന്ന് കണക്കാക്കാം. ബിൽ ഓഫ് ലേഡിംഗ് നമ്മൾ ബയ്യറുടെ കയ്യിലെത്തിയെങ്കിൽ അയാൾക്ക് പ്രോഡക്റ്റ് ക്ലിയർ ചെയ്യാം. പിന്നെ ആ പ്രോഡക്റ്റിന്റെ ഓണർ എന്ന് പറയുന്നത് ആ ബയ്യറാണ്, നമ്മുടെ സെല്ലർ, എക്സ്പോർട്ടർ അല്ല. ആ തരത്തിലുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഈ ബിൽ ഓഫ് ലേഡിംഗ്. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു, കഴിഞ്ഞ പാർട്ടിയും സംസാരിച്ചു.